നല്ല കളിയാണെങ്കിൽ നമ്മള് നല്ല കളിനെ നല്ലത് എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കും നമ്മള്. അതും ഇനിയിപ്പോ ജർമ്മനി കളിച്ചാലും ഫ്രാൻസ് കളിച്ചാലും സ്പെയിന് കളിച്ചാലും അർജന്റീന കളിച്ചാലും ബ്രസീൽ കളിച്ചാലും നല്ല കളിയാണ് നല്ലത് തന്നെ പറയും. ഇത് നിങ്ങൾക്കെതിരെ നന്നായി കളിക്കുന്ന ആൾക്കാർക്കൊക്കെ റെഡ് കൊടുത്തിട്ട് ഇനി കയറ്റിയാണെങ്കിൽ ഞാൻ പ്ലേറ്റ്മാന് റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ അർജന്റീന ഫാനല്ല. പ്ലേറ്റ്മാൻ ഇന്നലെ എന്തിനാണ് റെഡ് കാർഡ് കൊടുത്തതെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. ഇന്നലെ 2 യെല്ലോ കാർഡാണ് അവന് കിട്ടിയത്. ഫസ്റ്റ് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്, ഇത് രണ്ടാമത്തെ യെല്ലോ കാർഡ്. രണ്ടാമത്തെ യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ റെഡ് കാർഡ് കിട്ടും, പുറത്തേക്ക് എടുത്തിടും. അതാണ് ഫിഫന്റെ നിയമം, അതാണ് ഫുട്ബോളിന്റെ നിയമം. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ എന്തിനാണ് രണ്ടാമത്തെ യെല്ലോ കാർഡ് കൊടുത്തതെന്നുള്ളത് മനസ്സിലാക്കണം. ആക്ടിങ് ചെയ്തത്, ആക്ടിങ് ഫുട്ബോളിൽ ഓസ്കാർ കിട്ടുന്ന ആക്ടിങ് ആണ്. ഫൗളല്ലാത്തൊരു സംഭവം ഓൻ ആക്ടിങ്ങിലൂടെ ഫൗളാക്കിയെടുത്ത് അതിന് വാർ കണ്ടുപിടിച്ചു. അതാണ് റെഡ് കാർഡ് കൊടുത്തത്, അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. പ്ലേറ്റ്മാനെ ഒന്നും അറിയാതെ സംസാരിക്കരുത്. ഫുട്ബോളിനെ കുറിച്ച് ആദ്യം എന്താണെന്നുള്ളത് പഠിക്കും, എന്നിട്ട് സംസാരിക്കും. ഓക്കെ, എല്ലതും അർജന്റീൻ്റെ തലക്കിടലല്ല ചെയ്യല്.